നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 നവംബർ 16 ഉച്ചയ്ക്ക് 1:39 PM സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് സംഗമിക്കുന്നു. അപ്പോൾ 4 രാശിക്കാർക്ക് നേട്ടമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതായത് 3, 6, 10, 11 ഈ ഭാവങ്ങളിൽ സൂര്യൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആദ്യം പറയാം, ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നതാണ്. ഏത് ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഈ സൂര്യൻ എന്തൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരും ഏറ്റവും ചുരുക്കി ഞാൻ പറയാം. സൂര്യനാണ് ഈ തൊഴിൽ, ജോലി അതിനെ സ്വാധീനിക്കുന്നത്. സൂര്യൻ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല ജോലി കിട്ടും. പിന്നെ പ്രധാനമായിട്ടും തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവും. നിങ്ങളൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ചിലപ്പോൾ സ്ഥാനക്കയറ്റം കിട്ടാം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നിങ്ങളുടെ മേലധികാരി നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളെടുക്കും. പിന്നെ ശമ്പള വർധനവ് ഉണ്ടാവാം. പിന്നെ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാർക്ക് പുതുതായിട്ട് ജോലി കിട്ടാം. വ്യാപാരികൾക്ക് ലാഭം കൂടും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമായിരിക്കും ഒരു മാസം, അതായത് വൃശ്ചിക മാസം മുഴുവൻ. ഇവിടെ ഇപ്പോൾ അതുപോലെ തന്നെ പിതൃഗുണം, പിതാവുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ. അതുപോലെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട, സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹമാണ് സൂര്യൻ. മക്കൾ കൊച്ചു കുട്ടികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിലൊക്കെ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് പുതുതായിട്ടൊരു കുഞ്ഞ് പിറക്കാം. ഓക്കെ, അതുപോലെ മുതിർന്ന സന്താനങ്ങളാണെങ്കിൽ നിരവധി മറ്റ് നേട്ടങ്ങൾ, സാമ്പത്തികമായിട്ടുള്ളതും പിന്നെ മറ്റ് തരത്തിലൊരു മുതിർന്ന മകന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് തൊഴിൽപരമായിട്ട് ഔന്നത്യമൊക്കെ ഉണ്ടായെന്ന് വരാം. പിന്നെ പിതാവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പിതൃഗുണം. ഞങ്ങൾ ഈ ഡെയിലി ജ്യോതിഷം പറയുമ്പോൾ, ദിനഫലം പറയുമ്പോൾ, രാശിഫലം പറയുമ്പോൾ പിതൃഗുണമെന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. പിതാവ്, പിതൃതുല്യരായവർ, ഗുരുസ്ഥാനീയർ എന്തിന് മാതൃതുല്യരായവരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും ഈ സൂര്യൻ അനുകൂലമായിട്ട് വരുമ്പോൾ. അതുപോലെ തന്നെ പല രംഗങ്ങളിൽ നിങ്ങൾക്ക് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നേട്ടമുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു ബാങ്കിൽ ചെല്ലുക. അപ്പോൾ അവിടെ ഇരിക്കുന്ന മാനേജർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ ലോൺ സാങ്ഷൻ ആക്കേണ്ടുന്ന ഉദ്യോഗസ്ഥൻ ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പരിചയക്കാരനാവാം, അതല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധുവാവാം. അപ്പോൾ അങ്ങനെ ലോൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാവുകയും പെട്ടെന്ന് ലഭ്യമാകാനും ഒക്കെ സാധ്യതയാണ്. അപ്പോൾ അതുപോലുള്ള പിതൃഗുണം. പിന്നെ പിതൃ സ്വത്ത് കിട്ടാം. നേരത്തെ കിട്ടിയവർക്ക് ആ പിതൃസ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ഒക്കെ നേട്ടമുണ്ടാവാം.
അപ്പോൾ അതൊക്കെയാണ് പൊതുവെ സൂര്യൻ അനുകൂലമായിട്ട് വരികയാണെങ്കിലുള്ള ഒരു സാധ്യതകൾ. ഇവിടെ ഞങ്ങൾ 4 രാശിക്കാരെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. അതിൽ ആദ്യത്തെ രാശി എന്ന് പറയുമ്പോൾ മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം ആദ്യ 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യം 3 പാദം. മിഥുനം രാശിക്ക് സൂര്യനെ കൂടാതെ നിരവധി ഗ്രഹങ്ങൾ അനുകൂലമാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന 4 രാശിക്കാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് മിഥുനം രാശിക്കാണ്. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾ രണ്ടാമത് പറയുന്ന രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ്. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. അപ്പോൾ മിഥുനം രാശിക്ക് 6ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ നേട്ടങ്ങൾക്ക് പുറമെ ഇവർക്ക് ശത്രുക്കൾ നിഷ്പ്രഭരാകും. അതുപോലെ കടങ്ങൾ കുറയും, അസുഖങ്ങൾ ഭേദമാവും. അത് പിതാവിനും ബാധകമാണ്. നിങ്ങളുടെ പിതാവിന് രോഗങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറാനും ശമിക്കാനുമൊക്കെ ആവും. കടങ്ങൾ കുറയും. അങ്ങനെ നിരവധി നേട്ടങ്ങൾ. പ്രത്യേകമായിട്ട് ഈ മിഥുനം രാശിക്ക് 6ാം ഭാവത്തിൽ സൂര്യൻ വരുന്നതുകൊണ്ട് അനുഭവവേദ്യമാവും. ഈ കന്നിരാശി ഞാൻ പറഞ്ഞു. കന്നിരാശിക്ക് എന്ന് പറയുമ്പോൾ 3ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. 3ാം ഭാവത്തിലാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ 3ാം സ്ഥാനം എന്ന് പറയുമ്പോൾ സഹോദരൻ, മനസ്സ്, കുടുംബം. സഹോദരൻ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളും ആവാം. ഓക്കെ, സഹോദര തുല്യരായ സുഹൃത്തുക്കളും ആവാം. അപ്പോൾ ഈ 3 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാനസികമായിട്ട് ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവും പ്രത്യേകം. അത് ആദ്യം പറഞ്ഞ ഗുണങ്ങൾ സൂര്യൻ തരുന്ന അനുഗ്രഹങ്ങൾക്ക് പുറമെയാണ് സ്പെഷ്യൽ. ഓക്കെ, അത് കന്നിരാശിക്ക് മാത്രമായിട്ട് പ്രത്യേകം പറയാം. അതുപോലെ കുടുംബപരമായിട്ട് നേട്ടങ്ങളുണ്ടാവും, കുടുംബ സൗഖ്യം ഉണ്ടാവും, കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയൊക്കെ ഉണ്ടാവും. സഹോദരൻ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴി നേട്ടമുണ്ടാവും. ഓക്കെ, കന്നിരാശിക്ക്. ഇനി മകരം രാശി നോക്കാം. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ട ആദ്യ 2 പാദം. മകരം രാശിക്ക് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് മകരം രാശിക്കായിരിക്കും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ദൈവാധീനം, ഇതൊക്കെ മകരം രാശിക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്നതാണ്. ഇനി ഞങ്ങൾ പറയുന്ന രാശി എന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയാണ്. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭൻ രാശിക്ക് 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് സൂര്യൻ വരുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ധാരാളമായിട്ട് അനുഭവവേദ്യമാവും. അതുപോലെ തന്നെ തൊഴിൽ രംഗം അല്പം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങളുടെ ഈ കുംഭൻ രാശിക്കാർക്ക് പ്രത്യേകതയായിട്ടുള്ളത് പറയുകയാണ്. 10ാം ഭാവത്തിൽ കർമ്മസ്ഥാനത്ത് സൂര്യൻ വരുമ്പോൾ തൊഴിൽ രംഗം വളരെയധികം തിരക്ക് പിടിച്ച ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷെ ആ തിരക്ക് നിങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ തൊഴിൽപരമായിട്ട് കൂടുതൽ നേട്ടം ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 4 രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.